ഹലോ, എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വേറെ നമ്മളൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതും വെറും 3 ഐറ്റം കൊണ്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 4 ഐറ്റം ആയിട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അരി, കപ്പലണ്ടി, തേങ്ങ, ശർക്കര. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അടിപൊളി സ്നാക്കാട്ടോ, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു കുറച്ച് അരിയും കുറച്ച് കപ്പലണ്ടിയും നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോവാതെ നോക്കുക കേട്ടോ. നമ്മൾ നല്ല പൊടിക്കാൻ പരുവത്തിനായിട്ട് നമ്മളത് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ സ്പെഷ്യൽ വീഡിയോസ് ഒക്കെയാണ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ ഒരുപാട് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉള്ള കപ്പലണ്ടിയും കുറച്ച് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കരിഞ്ഞു പോകാത്ത വിധം നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എന്താ ഈ ഒരു പരുവത്തിലൊക്കെ നമ്മളിങ്ങനെ വറുത്ത് റെഡിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതിനെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതാ കണ്ടാൽ നമ്മളിത് എടുക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിന് ഇതോടെ നമുക്ക് പൊടിക്കേണ്ട കേട്ടോ. നമുക്ക് നല്ല തണുത്തിട്ട് വേണം പൊടിക്കാൻ. അപ്പം നമ്മളിത് ഈ ഒരു പരുവത്തിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ അതിനായിട്ട് ആ ഒരു സമയത്തുകൊണ്ട് നമുക്ക് വേറൊരു മിക്സിങ് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പൊ ഞാൻ ആവശ്യത്തിന് ഒരു തേങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ അളവിലും നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഒരു മുറി തേങ്ങ തന്നെ ഒരു തേങ്ങ തന്നെ നമുക്കത് എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഞാനൊരു പകുതി തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് അതിനകത്ത് കുറച്ച് ശർക്കര ഇട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയാണ് ഇതിലൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പൊ ശർക്കര ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അതിലോട്ട് ചേർക്കാനായിട്ട്. അപ്പൊ ഇത് ചേർക്കുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ശർക്കര മാറ്റുന്നുണ്ട്. നമ്മൾ തേങ്ങ ഇത്രയുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ സ്നാക്സ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇതിന് മിക്സിയിലിട്ട് നമുക്ക് രണ്ടും കൂടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുക്കണം. അപ്പം നമ്മൾ ശർക്കര നല്ല രീതിയിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളെ തേങ്ങ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ മിക്സിയിൽ നമ്മളുടെ അരി ഇട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ അരിയും നമ്മളെ കപ്പലണ്ടിയും നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം കേട്ടോ. നല്ല തരിയായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ചെറിയ ചെറിയ തരികളായിട്ട് നമ്മൾ നല്ല പൊടിച്ചിട്ടുണ്ട്. നമുക്ക് കടിക്കാൻ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ രീതിയിൽ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കണക്ക് നമുക്ക് ബാക്കിയും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ബാക്കി വന്ന ഇതും കൂടി നമ്മൾ ഇതിനകത്ത് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പൊ ചെറിയ ചെറിയ ബോൾസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതാണ്ട് ബാക്കിയും കൂടെ ഉള്ളത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ് കേട്ടോ. നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ശർക്കരയും കൂടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടി നമുക്കൊന്ന് അപ്പോൾ ഈ തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കുറച്ച് ശർക്കരയും കൂടി എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തിട്ട് നമ്മളെ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യത്തെ കുറച്ച് അടിച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും ബാക്കി വന്ന തേങ്ങയും ശർക്കരയും കൂടെ നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പം അതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നമ്മൾ ബാക്കി വന്ന് അതും കൂടി അടിച്ച് തന്നോട് ചേർക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള മധുരം അനുസരിച്ചാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. അപ്പം നിങ്ങളുടെ അളവിന് നമ്മൾ ശർക്കര ചേർക്കാവുന്നതാണ് കേട്ടോ.
വേണ്ട, ഇത് നമ്മളിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്കിതിനെ കഴിക്കാവുന്നതാണ്. അപ്പോൾ മോള് ആ പാത്രമൊക്കെ കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സ്നാക്കാണിത്. അപ്പോൾ നമ്മളിത് ചെറിയ ചെറിയ ബോളുകളാക്കി നമ്മളിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മളിത് മിക്സ് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ചൂടോട് നമുക്ക് വരാം. നമ്മൾ ഈ ചൂടോട് തന്നെ വരവണം കേട്ടോ. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പൊ അവള് ജസ്റ്റ് തൊട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ സംഭവം എന്താണെന്നുള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. പക്ഷെ ഇതിനെക്കാട്ട് കൂടുതൽ നമ്മളെ ഒരു ബോൾസ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ അടിപൊളി. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മൾ ആ ചെറിയ ചെറിയ ബോൾസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെടുന്നവര് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോ നമ്മളെ ഇത് നമുക്ക് എല്ലാം മാവും നമ്മള് പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇത് നമുക്ക് ബോൾസ് ഉണ്ടാക്കി വെക്കുക കേട്ടോ. നമ്മളെ അടിപൊളി സ്നാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമന്റ്സ് ഒക്കെ പറയണം കേട്ടോ. അപ്പോ വീഡിയോ ഇഷ്ടമാവുന്ന ഒരു ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മള് ചെറിയ ചെറിയ ബോൾസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് വൈകുന്നേരമൊക്കെ നമ്മൾ ചായയിലൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. അപ്പോൾ മധുരം ആവശ്യമുള്ളവര് ആവശ്യത്തിന് ചേർത്ത് തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് കുട്ടികൾക്കല്ലേ, നമുക്ക് ഇപ്പോൾ അതിന് കുറച്ച് മധുരം ചേർത്തിട്ടേ ഉള്ളൂ ഞാൻ ഇതിനകത്ത്. അപ്പം നമ്മളെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ ഈവനിങ്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. അതിനൊക്കെ ഈ ഒരു സ്നാക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് താഴെ കമന്റ്സ് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പൊ നമുക്ക് ഒരുപാട് റോൾസ്, നമ്മൾ കുറച്ച് അരി പൊടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പത്തേക്ക് തന്നെ എനിക്ക് ഒരുപാട് റോൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.